കാലാവസ്ഥയൊക്കെ ഭയങ്കര ചൂടല്ലേ? ഏകദേശം കഴിഞ്ഞ വർഷമേ ഇതേ സമയത്ത് വലിയൊരു എർത്ത് ഉണ്ടായി നമ്മുടെ ലോകത്ത്. എവിടെയായിരുന്നു? തുർക്കിയിലൊക്കെ. നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടോ? കുറച്ച് പേർക്ക് ഓർമ്മ കാണില്ല. പക്ഷെ അന്ന് ന്യൂസ് പേപ്പറിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ കണ്ടു കാണുന്നില്ലേ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും ആൾക്കാരൊക്കെ ഓടിപ്പോകുന്നതൊക്കെ. അന്നെന്താ നമ്മളതിന്റെ വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കണ്ട് അങ്ങനെ അതെന്താണ് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. അങ്ങനെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് എർത്ത് ക്വേക്ക് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് പത്രത്തിലൊക്കെ വായിച്ചുകൊണ്ട് ഫെമിലിയർ ആയിരിക്കും. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരു എന്താണ്? ഒരു പ്ലാനറ്റ് ആണല്ലോ. പക്ഷെ അതൊരു സ്റ്റേബിൾ പ്ലാനറ്റ്, ഇറ്റ്സ് എ ഡൈനാമിക് പ്ലാനറ്റ്. അന്നേരം ഈ നമ്മുടെ എർത്ത് തന്നെ മൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. എർത്തിന്റെ മൂവ്മെന്റ് എന്തൊക്കെയാ? റൊട്ടേഷൻ ഉണ്ട്, റെവല്യൂഷൻ ഉണ്ട്. വെരി ഗുഡ്. അന്നേരം ഈ എർത്ത് മാത്രമാണ് മൂവ്മെന്റ് ചെയ്യുന്നത്? അല്ല. എർത്തിന്റെ ഉള്ളില്, അതായത് വിത്തിൻ ദ എർത്ത് ആൻഡ് എബവ് ദ സർഫേസ് ഓഫ് ദ എർത്ത് there are some movements occurring, അല്ലെങ്കിൽ some phenomena. എർത്തിന്റെ ഉള്ളിലും എർത്തിന്റെ പുറത്തൊക്കെ കുറച്ച് മൂവ്മെന്റ്സ് സംഭവിക്കുന്നുണ്ട്. ആ മൂവ്മെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എർത്ത് മൂവ്മെന്റ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? എർത്ത് മൂവ്മെന്റ്സ്. അങ്ങനെ വരുന്ന എർത്ത് മൂവ്മെന്റ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്നെന്ന് പറയുന്നത് എൻഡോജനിക് മൂവ്മെന്റ്സും രണ്ടെന്ന് പറയുന്നത് എക്സോജനിക് മൂവ്മെന്റ്സും. Endogenic movements are those movements which are occurring within the surface of within the interior of the earth. അതായത് എർത്തിന്റെ ഇന്റീരിയറിൽ ഒറിജിനേറ്റ് ചെയ്ത് കൊണ്ട് ഉണ്ടാകുന്ന മൂവ്മെന്റ്സ് ആണ് എൻഡോജനിക് മൂവ്മെന്റ്സ്. എൻഡോ മീൻസ് വിത്തിൻ. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? എക്സോജനിക് മൂവ്മെന്റ്സ്. എക്സോജനിക് മീൻസ് those movements which are occurring on the surface of the earth. അതായത് ഭൂമിയുടെ സർഫേസിന്റെ മുകളിൽ ഉണ്ടാവുന്ന. എൻഡോജനിക് എന്ന് പറയുന്നത് അതിന്റെ ഒറിജിൻ എവിടെ നിന്നായിരിക്കും? ഭൂമിയുടെ ഉള്ളിൽ നിന്നായിരിക്കും ഉണ്ടാവുന്നത്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താന്ന് പറഞ്ഞാൽ എർത്ത്. അന്നേരം എന്റെ ആദ്യത്തെ ചോദ്യമാണ്, നമ്മളിപ്പോ എർത്ത് മൂവ്മെന്റ് പറഞ്ഞല്ലോ, ഈ എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത് എൻഡോജനിക് ആയിരിക്കും എക്സോജനിക് ആയിരിക്കും? എൻഡോജനിക്. വെരി ഗുഡ്. എൻഡോജനിക് മൂവ്മെന്റ് ആണ് എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത്. അന്നേരം നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടല്ലോ. എർത്ത് ക്വേക്കിന്റെ ന്യൂസ് പേപ്പർ കട്ടിങ്ങൊക്കെ വായിച്ചു. കുറച്ച് എർത്ത് ക്വേക്ക് ഉണ്ടാവുമ്പോൾ എന്തൊക്കെ എഫക്ട്, അല്ലെങ്കിൽ അതിന്റെ എഫക്ട്സ് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ? അതെ, വീഴും. അങ്ങനെ ഡാമേജ് ആണ് മെയിൻ ആയിട്ട്. അതൊരു ഡിസ്ട്രക്റ്റീവ് ഫിനോമിനയാണ്. എന്തുകൊണ്ട്? ഡാമേജ് ടു ലൈഫ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടീസ്. നമുക്ക് എങ്ങനെയാണ് എർത്ത് ക്വേക്ക് ഉണ്ടാവുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയില്ല. അതിന്റെ നമുക്ക് വെളിയിൽ നോക്കുമ്പോൾ നമ്മൾ അതിന്റെ ഡിസ്ട്രക്ഷൻ കാണുന്നുണ്ട്. അത് ഇപ്പൊ നമ്മൾ പഠിച്ചു അതിന്റെ ഉള്ളിൽ നിന്നാണ്, ഒരു എൻഡോജനിക് മൂവ്മെന്റ് ആണ്. ഇനി നമ്മൾ അതിന്റെ പ്രോസസ് ഓഫ് എർത്ത് ക്വേക്ക് ആണ് ആദ്യം പഠിക്കുന്നത്. എങ്ങനെ ആണ് ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാവുന്നതെന്ന്. So the first topic we are going to discuss is process of earthquake. നമ്മുടെ ഭൂമിയുടെ ഇന്ത്യയുടെ നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണല്ലോ, എന്താണ് ക്രസ്റ്റ്, മാന്റിൽ, കോർ ഒക്കെ. അന്നേരം ഈ ഭൂമിയുടെ ഇന്റീരിയറിലെ റോക്കുകളാണ്, കല്ലുകൾ. റോക്സിന്റെ ഡീപ്പർ പാർട്ട് ഓഫ് ദ എർത്ത് അണ്ടർഗോസ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഫോൾട്ടിങ്. അതായത് ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനചലനങ്ങളോ അതോ ഫോൾട്ടിങ്ങോ, തെന്നി മാറലോ ഉണ്ടാവും റോക്സിൽ. എവിടെ? ഡീപ്പർ പാർട്ടിൽ എർത്തിന്റെ. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്ന വെച്ചാല് പ്ലേറ്റ് മൂവ്മെന്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ. അതിന് ഇങ്ങനെ ഈ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാല് അവിടെ ഒരു എനർജി ജനറേറ്റ് ചെയ്യും. ആ എനർജി നമ്മൾ പറയുന്നതാണ് സീസ്മിക് എനർജി എന്ന് പറയുന്നത്. അന്നേരം ഈ എനർജി ആ ഇന്റീരിയറിൽ നിന്നും ട്രാവൽ ചെയ്ത് നമ്മുടെ സർഫേസിൽ വരുമ്പോൾ നമ്മുടെ ഭൂമി ഒന്ന് കുലുങ്ങും. ഒരു ട്രീമർ അല്ലെങ്കിൽ ഷേക്കിംഗ്. ആ ഷേക്കിങ്ങിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വിളിക്കുന്ന പേരാണ് എർത്ത് ക്വേക്ക്. അതായത് എർത്ത് ക്വേക്ക് ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? എർത്ത് ക്വേക്ക് ചെയ്യുന്നു, എർത്ത് കുലുങ്ങുന്നു. അന്നേരം എർത്ത് ക്വേക്ക് ഒരു സിമ്പിൾ ടേമില് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? അതെ, എർത്തിന്റെ കുലുക്ക്. അതായത് ഇറ്റ്സ് ദ ഷേക്കിംഗ് ഓഫ് ദ എർത്ത്. അന്നേരം പ്രോസസ് ഒന്നുകൂടെ പറയാണ്, റോക്സ് ഇൻ ദ ഡീപ്പർ പാർട്ട് ഓഫ് ദ എർത്ത് undergoes displacement or faulting due to plate movements or some other factors which causes seismic waves generated which travels to the surface of the earth and causes tremors or shaking.
that we are experiencing and are called as earthquake. ഭൂമിയുടെ ഉള്ളിലുള്ള റോക്കുകൾ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് പ്ലേറ്റ് മൂവ്മെന്റോ മറ്റു കാരണങ്ങളൊന്നും ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സീസ്മിക് എനർജി എന്ത് ഭൂമിയെ കുലുങ്ങും. അത് സർഫേസിൽ ഒരു കുലുക്കം ഷേക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാകും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എർത്ത്. എല്ലാവരും അടുത്ത ഇങ്ങനെ പ്രോസസ് ക്ലിയർ അല്ലേ? ഞാൻ ആലോചിച്ചാലും പറയുവേ. അത് നമ്മൾ എർത്ത് കേക്ക് എന്താന്ന് പഠിച്ചു, ഷേക്കിംഗ് ഓഫ് എർത്ത് ആണെന്ന് പറഞ്ഞു, അത് എൻഡോജനിക് മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞു, എർത്ത് കേക്കിന്റെ പ്രോസസ്സ് പഠിച്ചു. ഇനി ഇങ്ങനെ ചുമ്മാ ഒരു കാര്യം ഉണ്ടാവുമോ? എന്തെങ്കിലും ഒരു കാരണങ്ങൾ വേണ്ടേ? അന്നേരം ഇപ്പൊ നമ്മൾ ഈ ഡെഫിനേഷൻ പഠിച്ചതിൽ തന്നെ നിങ്ങൾക്ക് ഒരു കാരണങ്ങളുണ്ട്. അന്നേരം അടുത്ത നമ്മൾ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോസസ് ഓഫ് എർത്ത് ആണ്. എർത്ത് കേക്ക് എന്തുകൊണ്ട് ഉണ്ടാവുന്നു? നമ്മൾ ഈ പറഞ്ഞ ഇപ്പൊ ഒരു പ്രോസസ്സ് പഠിച്ചാൽ എങ്ങനെയാ ഉണ്ടാകുന്നത് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അന്നേരം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് എങ്കിലും കിട്ടും, ഒരു കോസ് എങ്കിലും കിട്ടും. ഫോൾട്ടിങ്, വെരി ഗുഡ്. ഇത് കൂടാതെ വേറെ ഉണ്ട് കുറെ, ഏകദേശം ഒരു 5 എണ്ണം ഉണ്ട്. അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. അന്നേരം അടുത്ത എന്താണ്? കോസസ് ആണ്. കോസസ് ഓഫ് എർത്ത്. അതിൽ ആദ്യത്തെ നിങ്ങൾ തന്നെ പറഞ്ഞു എന്തായിരുന്നു? ഫോൾട്ടിങ്. പിന്നെ ഉണ്ടാകുന്നതാണ് പ്ലേറ്റ് മൂവ്മെന്റ്സ്. നമ്മുടെ എർത്തിന്റെ കുറെ പ്ലേറ്റുകൾ കൊണ്ടാണ് മേളിൽ ലിത്തോസ്ഫിയർ, ഓഷ്യാനിക് ക്രസ്റ്റ് ഒക്കെ രൂപപ്പെട്ടിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ആ പ്ലേറ്റുകളുടെ മൂവ്മെന്റുകൾ കൊണ്ട് എർത്ത് കേക്ക് ഉണ്ടാകും. രണ്ടാമത്തെ എന്താണ്? പ്ലേറ്റ് മൂവ്മെന്റ്. അടുത്തെന്ന് പറയുന്ന കൊളാപ്സ് ഓഫ് റൂഫ് ഓഫ് മൈൻസ്. ഒരു പക്ഷെ നിങ്ങളിത് കേട്ടിട്ടുണ്ടാവില്ല. അതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഗുഹകളൊക്കെ ഇല്ലേ, ഗുഹകള്, മൈൻസ് എന്താ? കനികള് നമ്മള് എന്താ ഭൂമിയുടെ ഉള്ളില് മിനറൽസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തെടുക്കുന്നത്. അന്നേരം അതിന്റെയൊക്കെ ഈ റൂഫുകൾ നമ്മൾ തുറന്നു പോവല്ലേ, അതിന്റെ ഉള്ളിൽ ഷാഡോ, അതായത് ഹോളോ ആയിട്ടായിരിക്കും വരുന്നത്. ഇത് പെട്ടെന്ന് ഇടിഞ്ഞു വീഴുമ്പോൾ അതിന് സമീപ പ്രദേശങ്ങളിൽ എന്തുണ്ടാവും? ഭൂമി കുലുക്കം ഉണ്ടാവും. അതായത് മൂന്നാമത്തെ എന്ന് പറയുന്നത് കൊളാപ്സ് ഓഫ് റൂഫ്സ്. എന്തിന്റെ റൂഫ്സ് ആണ്? മൈൻസിന്റെ റൂഫ്സ് ഓഫ് മൈൻസ്. അടുത്തെന്ന് പറയുന്നത് വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത വിസ്ഫോടനം. ഈ അഗ്നിപർവ്വത വിസ്ഫോടനം ഉണ്ടാവുമ്പോൾ എന്താണ്? ശക്തമായ ഭൂമികുലുക്കം അനുഭവപ്പെടും. അതിൽ നാലാമത്തെ എന്ന് പറയുന്നത് വോൾക്കാനിക് ഇറപ്ഷൻ ആണ്. നാല് പോയിന്റ് കിട്ടിയല്ലോ. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രഷർ ഇൻ റിസർവോയർസ്. എന്താ റിസർവോയർസ് എന്ന് വെച്ചാല്? ജലസംഭരണി, ജലങ്ങളെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ശക്തമായ ഭീമാകാരമായിട്ടുള്ള സ്ട്രക്ചേഴ്സ്. അന്നേരം ഡാമുകൾ റിസർവോയർ ആണ്. അന്നേരം അതൊക്കെ നിങ്ങൾ ഡാമിലൊക്കെ പോയിട്ടുണ്ടോ? വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? അന്നേരം ഈ ഡാമുകൾ വലിയ ഉയരത്തിലല്ലേ, അതിൽ അത്രയും ജലം എന്താണ് അതിൽ കെട്ടി നിൽക്കുകയാണ്. അത്രയും ജലം കെട്ടി നിൽക്കുമ്പോൾ ഈ ജലം താഴോട്ട് ഒരു പ്രഷർ, ഒരു പൊട്ടൻഷ്യലായിട്ട് അവിടെ നിൽക്കുക. അത് സ്ഥിരമായിട്ട് നിൽക്കുന്ന ആ ജലം താഴോട്ട് ഭൂമിയിൽ ഒരു പ്രഷർ ഉണ്ടാകും. ഈ പ്രഷർ മൂലം എർത്ത് കേക്ക് ഉണ്ടായാൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റിസർവോയർ ഇൻഡ്യൂസ്ഡ് എർത്ത്. എന്താണ്? റിസർവോയർ ഇൻഡ്യൂസ്ഡ് എർത്ത്. റിസർവോയർ induced earthquake. അതായത് നമ്മളിപ്പോ ഏത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്? എന്തുകൊണ്ടാണ് എർത്ത് ഉണ്ടാകുന്നത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫോൾട്ടിങ്, അതായത് തെന്നി മാറുക, ഡിസ്പ്ലേസ്മെന്റോ അഗ്നിസ്ഫിയറോ കാരണമുള്ള ഫോൾട്ടിങ്. രണ്ടെന്ന് പറഞ്ഞു പ്ലേറ്റ് മൂവ്മെന്റ്, പ്ലേറ്റുകൾ തമ്മിലുള്ള മൂവ്മെന്റുകളുടെ ഫലമായിട്ട്. മൂന്നെന്താണ്? കൊളാപ്സ് ഓഫ് റൂഫ് ആൻഡ് മൈൻ, കനികളുടെ ഗുഹകളുടെയൊക്കെയോ റൂഫുകൾ കൊളാപ്സ് ചെയ്യുന്നത് കൊണ്ട്. നാലെന്താണ്? വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത വിസ്ഫോടനം കൊണ്ട്. അഞ്ചാമത്തെ എന്താണ്? പ്രഷർ ഇൻ റിസർവോയർസിൽ ഉണ്ടാകുന്ന പ്രഷർ. ഈ അങ്ങനെ റിസർവോയർസിൽ ഉണ്ടാകുന്ന പ്രഷർ മൂലം ഉണ്ടാകുന്ന എർത്ത് എന്താണ് നമ്മൾ വിളിക്കുന്നത്? വെരി ഗുഡ്, റിസർവോയർ ഇൻഡ്യൂസ്ഡ് എർത്ത്. നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചെന്താണ്? പ്രോസസ് പഠിച്ചു, അത് കഴിഞ്ഞ് കോസസ് പഠിച്ചു.
വെച്ചാല് ഈ എർത്ത് അത് ഭൂമിയുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന നമ്മൾ പറഞ്ഞു. അതിൽ അവിടെ കുറച്ച് പോയിന്റ്സുകളുണ്ട്. അതായത് ഇതിന്റെ ഒരു സ്ട്രക്ചർ, ഒരു ഡയഗ്രാം ആയി വെച്ചിട്ട് നമ്മൾ രണ്ട് പോയിന്റുകളാണ് പഠിക്കുന്നത്. ആ രണ്ട് പോയിന്റ് ആണ് ഫോക്കസ് ആൻഡ് എപ്പിസെന്റർ. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. അന്നേരം ഞാനിവിടെ ഡയഗ്രാം വരയ്ക്കാം, നിങ്ങളെല്ലാവരും നോട്ട് ചെയ്തെടുത്താണ്. ഇത് നമ്മുടെ ഭൂമിയുടെ ഉള്ളില്, അതായത് ഇത് കണ്ടോ, ഈ രണ്ട് പോർഷനും ഭൂമിയുടെ ഇന്റീരിയർ ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇത് നമ്മുടെ സർഫേസ്. അത് നമ്മുടെ ഇന്റീരിയറിൽ എന്താ സ്ട്രക്ചേഴ്സ്, പ്ലേറ്റ് മൂവ്മെന്റുകളൊക്കെ ഉണ്ട്. ഇത് സ്ട്രക്ചർ ആണ്, രണ്ട് റോക്ക് സ്ട്രക്ചർ ആണെന്ന് വിചാരിക്കും. ഇതൊരു റോക്ക് സ്ട്രക്ചർ ആണ്. കാണാം, ഇതിപ്പോ നോർമൽ ആയിട്ടിരിക്കുകയല്ലേ. ഇത് പെട്ടെന്ന് താണ്ടി ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും. ഒന്ന് വേണ്ട ഒന്ന് താഴോട്ട് പോകും. അങ്ങനെ എന്ത് പറ്റും? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും. ഒന്ന് മേലോട്ടും പോകും, ഒന്ന് താഴോട്ടും പോകും. അന്നേരം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ഫോൾട്ട് ഉണ്ടാകും. അന്നേരം ഇവിടാണ് ആ പ്രോസസ്സ് നടന്നത്. അന്നേരം ഈ ഫോൾട്ട് ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു എനർജി ജനറേറ്റ് ചെയ്യുമല്ലോ. അതിന് നമ്മൾ എന്തെന്ന് പറഞ്ഞ സീസ്മിക് വേവ്, സീസ്മിക് എനർജി. അങ്ങനെ ഇവിടെ സീസ്മിക് എനർജി ഉണ്ടാകും. അങ്ങനെ എന്തായാലും ഈ സീസ്മിക് എനർജി ഉത്ഭവിക്കുന്ന ഈ സ്പോട്ടിനെ, ഭൂമിയുടെ ഉള്ളിലാണ് ഈ പ്രോസസ് നടക്കുന്നത്. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോക്കസ്. എന്താണ്? ഫോക്കസ്. ഫോക്കസ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഫോക്കസ് ഉണ്ടായാലും ഈ സീസ്മിക് വേവ്സ് ഉണ്ട്. ഇതിങ്ങനെ മേലോട്ട് ഇങ്ങനെ പോയി 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 ഇത് നമ്മുടെ എന്താണെന്ന് പറഞ്ഞത്? ഭൂമിയുടെ സർഫേസ്. നമ്മുടെ ഈ ഫോക്കസിൽ നിന്നും നേരെ വെർട്ടിക്കലായിട്ട്, വെർട്ടിക്കൽ എങ്ങനെയാണ്? വെർട്ടിക്കലായിട്ട് ഭൂമിയുടെ മേലെ സർഫേസിൽ ഉണ്ടാകുന്ന ഒരു പോയിന്റ് ആണ് എപ്പിസെന്റർ എന്ന് പറയുന്നത്. എന്താണ്? എപ്പിസെന്റർ. ഈ എപ്പിസെന്ററിലായിരിക്കും എപ്പോഴും ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഇവിടെ നേരെ എപ്പോഴും മേലോട്ട് വെർട്ടിക്കലായിട്ട് ചെന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ഈ എപ്പിസെന്ററിന്റെ ചുറ്റും എന്തുണ്ടാവും? ഭൂകമ്പമുണ്ട്, earthquake ചെയ്യും. ഭൂമിയുടെ ഉള്ളിൽ ഇന്റീരിയറില് ഇവിടെ എന്തുണ്ടാവും? ഫോൾട്ടിങ് അല്ലെങ്കിൽ പ്ലേറ്റ് മൂവ്മെന്റ് സംഭവിക്കും. അന്നേരം ഈ പോയിന്റിൽ നിന്നും സീസ്മിക് വേവ്സ് ജനറേറ്റ് ചെയ്യും. ഈ പോയിന്റ് നമ്മൾ പറയുന്ന പേരെന്താണ്? ഫോക്കസ്. അത് നേരെ വെർട്ടിക്കലായിട്ട് മുകളിലുള്ള ഈ പോയിന്റ്, അത് ഭൂമിയുടെ സർഫേസ് വഴികളുടെ എന്ത് നമ്മൾ പറയും? എപ്പിസെന്റർ. എപ്പിസെന്ററിലായിരിക്കും മാക്സിമം ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നത്. അത് ഈ വര കണ്ടോ, ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടുള്ള ഈ വര എന്താണ്? ഫോൾട്ട്. ഫോൾട്ട് ലൈനിലൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫോൾട്ട് എന്ന് മാത്രം പഠിച്ചാൽ മതി. നമ്മളിപ്പോൾ പഠിച്ച എന്താണ്? ഫോക്കസ് ആൻഡ് എപ്പിസെന്റർ. Focus എന്ന് പറഞ്ഞാൽ എന്താണ്? It is the point within the interior of the earth where seismic waves are generated due to faulting or plate movements. അടുത്ത എന്താണ്? എപ്പിസെന്റർ. എപ്പിസെന്റർ എന്ന് വെച്ചാലോ, the point vertically above the focus on the surface of the earth. It is called epicenter. അതായത് ഫോക്കസിൽ നിന്നും വെർട്ടിക്കലായിട്ട് മുകളിൽ ഭൂമിയുടെ സർഫേസിൽ കാണുന്ന പോയിന്റാണ് എപ്പിസെന്റർ. അവിടെ എനിക്ക് എർത്ത്ക്വേക്കിന്റെ ഏറ്റവും മാക്സിമം ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത്. നമ്മൾ പ്രോസസ്സ് പഠിച്ചു, അതിന്റെ ഫോക്കസും എപ്പിസെന്ററും പഠിച്ചു. എർത്ത്ക്വേക്കിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അന്നേരം എന്താണ് എർത്ത്ക്വേക്ക് എന്ന് വെച്ചാൽ? Yes, very good. It is the sudden shaking of the earth. അന്നേരം കുട്ടിക്ക് എർത്ത്ക്വേക്ക് ഉള്ള രണ്ട് കോസസ് പറയാൻ പറ്റുമോ? നമ്മൾ പഠിച്ചതാണ്. അതെ, ഫോൾട്ടിങ് ആൻഡ് പ്ലേറ്റ് മൂവ്മെന്റ്സ്. വെരി ഗുഡ്. അതായത് ഫോൾട്ടിങ്, പ്ലേറ്റ് മൂവ്മെന്റ്സ്, പിന്നെ എന്തൊക്കെയായിരുന്നു? Collapse of roofs of mines, volcanic eruption. volcanic eruption. അത് നമുക്ക് ഒരു ആക്ടിവിറ്റിയിലേക്ക് പോവാം.
നിങ്ങൾ രണ്ടുപേരും ഗ്രൂപ്പ് ആയിട്ടിരിക്കുക. ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ആക്ടിവിറ്റി മനസ്സിലാകുന്നുണ്ടെങ്കിൽ ചോദിക്കുക. കഴിഞ്ഞു. വെരി ഗുഡ്. നിങ്ങളെല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അന്നേരം എല്ലാവരും എന്താ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിരുന്നു തന്നത്. അത് നിങ്ങൾ നോക്കുക. ഞാൻ അതിന്റെ ഉത്തരങ്ങൾ വായിക്കാം. നമുക്ക് ഓരോ ചോദ്യമായിട്ട് നോക്കാം. ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? എർത്ത് ഈസ് എ ഡാഷ് മൂവ്മെന്റ്. എർത്ത് എന്ത് തരം മൂവ്മെന്റ് എന്നാണ്? എന്ത് മൂവ്മെന്റ് ആണ്? എൻഡോജനിക് മൂവ്മെന്റ്. രണ്ടാമത്തെ ചോദ്യം, മൂവ്മെന്റ്സ് ഒക്കറിംഗ് വിത്തിൻ ആൻഡ് ഓൺ ദ സർഫേസ് ഓഫ് ദ എർത്ത് ആർ നോൺ ആസ്. അതായത് ഭൂമിയുടെ ഉള്ളിലും പുറത്തും ഉണ്ടാവുന്ന മൂവ്മെന്റുകൾ എന്താ നമ്മൾ പറയുന്നത്? എർത്ത് മൂവ്മെന്റ്. 3. Rocks in the dash part undergoes displacement and falls which lead to earthquakes. Deeper. ഭൂമിയുടെ ഉള്ളിലുള്ള ഭാഗത്തുണ്ടാകുന്ന ഫോൾട്ടും ഡിസ്പ്ലേസ്മെന്റിൽ നിന്നാണ് earthquake ഉണ്ടാകുന്നത്. ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ചോദ്യം എന്തായിരുന്നു? Earthquakes occurring due to pressure in reservoirs are known as. Very good. എല്ലാവരും നല്ലോണം ചെയ്തു കേട്ടോ. Reservoir is the earthquake. അന്നേരം നമ്മൾ earthquake ആണെന്ന് പഠിച്ചത്. പ്രോസസ് പഠിച്ചു, ഫോക്കസ് ആൻഡ് എപ്പിസെന്റർ പഠിച്ചു. നമ്മൾ അടുത്ത ഈ പറയുന്നത് ഈ ഫോക്കസ് ഉണ്ടല്ലോ, ഈ ഫോക്കസിൽ നിന്ന് നമ്മൾ കുറച്ച് സീസ്മിക് വേവ്സ് ജനറേറ്റ് ചെയ്യുന്നു പറഞ്ഞില്ലേ? ആ സീസ്മിക് വേവ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അടുത്ത എന്താണ്? സീസ്മിക് വേവ്സ്. സീസ്മിക് വേവ്സ് എവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്? Deep in the rock earth. ആ deep in the rock earth ആ പോയിന്റിനെ വിളിക്കുന്ന പേരെന്താണ്? ഫോക്കസ്. ഒരു കാര്യം കൂടെ കേട്ടോ, ഈ ഫോക്കസിനെ നമ്മൾ മറ്റൊരു പേരോടെ പറയും, ഫോക്കസ് ഓർ ഹൈപ്പോസെന്റർ. കേട്ടോ, ഫോക്കസ് അല്ലെങ്കിൽ എന്താ? ഹൈപ്പോസെന്റർ. അതെ, ഇവിടെ സീസ്മിക് വേവ്സ് ജനറേറ്റ് എന്ന് പറഞ്ഞല്ലോ. ഈ സീസ്മിക് വേവ്സ് 3 തരമുണ്ട്. There are 3 types of seismic waves. ആ 3 എണ്ണം ഏതെന്ന് വെച്ചാൽ primary waves, secondary waves and surface waves. Primary waves, secondary waves and surface waves. Seismic waves. What are seismic waves എന്ന് വെച്ചാൽ those waves generated due to seismic activity. Okay, seismic activity മൂലം ഉണ്ടാവുന്ന വേവുകളാണ്. Think how many types of seismic waves are there? 3 types. Which are they? Primary, secondary, and surface waves. Very good. Primary, secondary and surface waves. ഈ primary waves നെ നമ്മൾ P waves എന്ന് denote ചെയ്യും. അതിന് secondary waves നെ എന്താ പറയുക? S waves. Very good. S waves. Surface waves നെ നമ്മൾ surface waves എന്ന് തന്നെ denote ചെയ്യും. Okay? അന്നേരം ഇതിലെ ഈ സർഫേസ് വേവ്സ് ഇല്ലേ, ഈ സർഫേസ് വേവ്സ് ആയിരിക്കും. എന്തുള്ള സർഫേസ് വേവ്സിന്റെ പേര് എന്താ അറിയോ? ഈ വേവ്സ് ഇവിടെ നേരെ ഒറിജിനേറ്റ് ചെയ്ത് നമ്മുടെ ഈ സർഫേസിൽ വരും. ഇവിടെ വന്ന് മാക്സിമം ഡിസ്ട്രക്ഷൻ ഉണ്ടാകും. അതാണ് സർഫേസ് വേവ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ 3 വേവ്സിലെ ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ട്, അതായത് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്ന വേവ് ഏതാണ്? വെരി ഗുഡ്. സർഫേസ് വേവ്സ് ആണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന വേവ്സ് എന്ന് പറയുന്നത്.
എല്ലാവരും ഈ പോയിന്റ് ഒക്കെ എഴുതിയെടുക്കണം കേട്ടോ. എല്ലാവരും നമ്മൾ സീസ്മിക് വേവ്സ്, എന്താണ് സീസ്മിക് വേവ്സ് എന്ന് വെച്ചാല്? അതെ, ഒരു സീസ്മിക് ആക്ടിവിറ്റി ഉണ്ടാകുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേവുകളാണ് സീസ്മിക് വേവ്സ്. എത്ര ഉണ്ടായിരുന്നു? പ്രൈമറി, സെക്കൻഡറി, സർഫസ് വേവ്സ്. വെരി ഗുഡ്. അത് നമ്മളിനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ എർത്ത് കേക്കല്ലേ പഠിക്കുന്നത്. ഈ എർത്ത് കേക്ക് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം നമ്മളിവിടെ ഇന്ത്യയിലാണെന്ന് വെച്ചോ, അങ്ങ് ദൂരെ ഏതെങ്കിലും രാജ്യത്ത് നമ്മളിപ്പോ ഇന്ത്യയിലല്ലേ, അങ്ങനെ ഇപ്പം അമേരിക്കയിൽ ഒരു ഭൂകമ്പം ഉണ്ടായി, നമ്മളിവിടെ ഇരുന്ന് അറിയത്തില്ല. അത്ര തീവ്രമായിട്ടുള്ള ഉണ്ടായാലേ അറിയത്തുള്ളൂ. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണത്തില്ല. എന്താ? കാരണം അത്രയും തീവ്രമായിട്ട് വരണമെങ്കിൽ വളരെ ഡിസ്ട്രക്റ്റീവ് ആയി. പിന്നെ നമ്മളിത് എങ്ങനെ അറിയും? ന്യൂസ് ഓക്കെ. പക്ഷെ അല്ലാതെ നമ്മുടെ സയന്റിസ്റ്റുകൾ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ്, കുറച്ച് ഉപകരണങ്ങൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാ? ഇത് കണക്ക് ഭൂമിയിൽ ദൂരെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നുള്ള സിഗ്നൽ വഴി നമുക്ക് അറിഞ്ഞ് അത് എന്തിനായിരിക്കും ഇത് ഉണ്ടാകുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അത് ഭൂമിയിൽ കൊണ്ടാണ് നിങ്ങൾ പ്രിക്കോഷൻസ് എടുക്കുക എന്നാണ്. അന്നേരം അങ്ങനെ സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഇൻസ്ട്രുമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീസ്മോഗ്രാഫ്. ഓക്കെ, seismograph. Another, which is the instrument used to measure earthquakes? Seismograph. Very good. Another seismograph നമ്മള് earthquake measure ചെയ്യാനല്ല, റെക്കോർഡ് ചെയ്യാനാണ് കേട്ടോ. മെഷർ അല്ല, റെക്കോർഡ് ചെയ്യും. അതായത് earthquake ഉണ്ടാകുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്. നമ്മളെ ഇതൊരു നാച്ചുറൽ ഫിനോമിന, ഏത് നാച്ചുറൽ ഫിനോമിന നമ്മൾ എന്ത് ചെയ്യും? മെഷർ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ പത്രത്തിലൊക്കെ കണ്ടിട്ടില്ലേ, ഭൂകമ്പം ഉണ്ടായി, വളരെ തീവ്രമായിരുന്നു, അല്ലെങ്കിൽ ചെറിയ ഭൂകമ്പമാണ്. എങ്ങനെ അറിയുന്നത് ഈ തീവ്രമാണോ ചെറുതാണോ എന്നൊക്കെ? എന്തെങ്കിലും ഒരു പാരാമീറ്റർ വേണ്ടേ? അതായത് ഇപ്പം നമ്മൾ ചൂടാണെങ്കിൽ പറഞ്ഞോ വളരെ വലിയ ചൂടാണ്, അത് നമ്മൾ എന്താണ് അവിടുത്തെ ടെമ്പറേച്ചർ വളരെ ഇപ്പൊ ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ഒരു പാരാമീറ്റർ വേണം ഇത് മെഷർ ചെയ്യാനായിട്ട്. അതിന് ഇവിടെ എർത്തുകേക്ക് മെഷർ ചെയ്യാനായിട്ടും ഒരു സ്കെയിൽ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു മെഷറിംഗ് യൂണിറ്റ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിക്ടർ സ്കെയിൽ. എന്താണ്? റിക്ടർ സ്കെയിൽ. ഓക്കേ, സ്പെല്ലിംഗ് നോക്കുക, RICHER. റിക്ടർ സ്കെയിൽ. റിക്ടർ സ്കെയിൽ എന്താണ് മെഷർ ചെയ്യുന്നത്? earthquake. കാരണം വേറെയും സ്കെയിലുകളുണ്ട്. നമുക്കിപ്പോൾ പഠിക്കേണ്ട റിക്ടർ സ്കെയിൽ മാത്രം, മെർക്കാലി സ്കെയിലൊക്കെ ഉണ്ട്. അതിന് ഈ റിക്ടർ സ്കെയിലിന്റെ പ്രത്യേകത നമ്മൾ നോക്കണം. അതായത് എന്താണ് റിക്ടർ സ്കെയിൽ മെഷർ ചെയ്യുന്നത്? അതായത് എർത്തുകേക്ക് ഉണ്ടാകുമ്പോൾ സീസ്മിക് വേവ്സ് ജനറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ആ സീസ്മിക് വേവ്സ് ജനറേറ്റ് ചെയ്യുന്ന സീസ്മിക് വേവ്സിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് മാഗ്നിറ്റ്യൂഡ്? അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ദ വേവ്സ് ജനറേറ്റഡ്. ഇന്റൻസിറ്റി ഓഫ് വേവ്സ് എന്നോട് നിങ്ങൾ പറയണം. റിക്ടർ സ്കെയിൽ എന്താണ് മെഷർ ചെയ്യുന്നത്? മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് വേവ്സ്. മാഗ്നിറ്റ്യൂഡ് നമ്മൾ വെറുതെ ഇന്റൻസിറ്റി എന്ന് പറയാനല്ല. എന്താണെന്ന് വെച്ചാൽ മെർക്കാലി എന്ന് പറയുന്ന സ്കെയിൽ ഉണ്ട്. മെർക്കാലി സ്കെയിൽ മെഷർ ചെയ്യുന്ന ഇന്റൻസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ വെളിയിൽ എർത്തുകേക്ക് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുമോ ആ ഡിസ്ട്രക്ഷന്റെ ഇന്റൻസിറ്റിയാണ് മെർക്കാലി മെഷർ ചെയ്യുന്നത്. അത് നമ്മൾ നേരിട്ട് നോക്കാം, എത്ര പേര് മരിച്ചു, അതിനനുസരിച്ച് ഒരു സ്കെയിൽ ഉണ്ട്, അതാണ് മെർക്കാലി സ്കെയിൽ. പക്ഷേ റിക്ടർ സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ജനറേറ്റ് ചെയ്യുന്ന സീസ്മിക് വേവ്സിന്റെ മാഗ്നിറ്റ്യൂഡാണ് മെഷർ ചെയ്യുന്നത്. അന്നേരം നമ്മള് എന്താ പഠിച്ചു? സീസ്മോഗ്രാഫ്, ഇൻസ്ട്രുമെന്റ് മെഷർ ചെയ്യുന്ന സീസ്മോഗ്രാഫ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് സ്കെയില്, ഏത് സ്കെയിലാണ് ഇത് മെഷർ ചെയ്യുന്നത്? സീസ്മിക് വേവ്സ് എത്ര തരമുണ്ടെന്ന് പറഞ്ഞാൽ ഏതൊക്കെയത്? ഈ പഠിപ്പിച്ച ഇപ്പൊ നമ്മൾ നോക്കി 3 ടോപ്പിക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. എങ്കിൽ നമുക്ക് ചോദിച്ചിട്ട് ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സീസ്മിക് വേവ് ഏതാണ്? സർഫസ് വേവ്സ്. സർഫസ് വേവ്. വെരി ഗുഡ്. അത് കഴിഞ്ഞിട്ട് എർത്തുകേക്ക് റെക്കോർഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? സീസ്മോഗ്രാഫ്. വെരി ഗുഡ്, സീസ്മോഗ്രാഫ്. അങ്ങനെ എല്ലാവരും ക്ലിയർ ആയ സ്ഥിതിക്ക് നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്കാണ്. അതായത് ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ഭൂകമ്പം, എർത്തുകേക്ക് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണെന്ന് പഠിച്ചല്ലോ. അങ്ങനെ ഏതൊരു ഡിസാസ്റ്റർ വരുമ്പോൾ നമ്മൾ കുറച്ച്
പ്രിക്കോഷൻസ് മുൻകരുതലാണ്. അത് കൂടാതെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് ചെയ്യുന്നതും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഡൂസ് ആൻഡ് ഡോൺസ്. അന്നേരം അതാണ് ഈ ആക്ടിവിറ്റിയിലുള്ളത്. നിങ്ങൾ ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് നോക്കുക, ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് പറയാം. നിങ്ങൾ ഗ്രൂപ്പായിട്ടിരിക്കുക. അതിനകത്ത് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആദ്യം വായിച്ച് നോക്കണം കേട്ടോ. ചെയ്തത് ശരിയാണോ എന്നൊന്ന് നോക്കി. കഴിഞ്ഞോ? ഓക്കെ. അന്നേരം ഞാൻ പറയാം, നിങ്ങൾ കറക്റ്റ് ആണോ നോക്കുക. ആദ്യം ഡു. ഫസ്റ്റ് വൺ അവരവരുടെ എന്താണ്? ഡ്രോപ്പ്. സെക്കൻഡ് വൺ എന്താണെന്ന് അറിയോ? എന്താണ് സെക്കൻഡ് വൺ? കവർ. വെരി ഗുഡ്. സെക്കൻഡ് വൺ കവർ ആണ്. തേർഡ് പിക്ചർ എന്താ കാണിക്കുന്നത്? ഹോൾഡ് ഓൺ. നാലാമത്തെയോ? ഹാൻഡ് ഓവർ യുവർ ഐസ്. അഞ്ചാമത്തെ പിക്ചർ എന്താ കാണിക്കുന്നത്? കവർ യുവർ ഹെഡ് വിത്ത് എ പില്ലോ. ഇനി ആറാമത്തെയോ? Stay away from windows. Stay away from windows. ഇത്ര നമ്മൾ പറയുന്നതാണ് ഡൂസ്. നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നാണ്. ഇനി അടുത്തതാണ് ഡോണ്ട്. എന്തൊക്കെ ചെയ്തുകൂടെ, എപ്പോഴാണ് ഒരു അടുത്ത് കേക്ക് ഉണ്ടാവുന്നത്. അതിന്റെ ഫസ്റ്റ് പിക്ചർ എന്താ കാണിക്കുന്നത്? അതെ, ഡോണ്ടോട് നിങ്ങൾ ചേർത്ത്. അതായത് ഡോണ്ട് യൂസ് ദ എലിവേറ്റർ. ഒരിക്കലും എലിവേറ്റർ ഉപയോഗിക്കരുത്. രണ്ടാമത്തെയോ? അതെ, വീടിന്റെ അകത്തേക്ക് ഓടിക്കരുത്. എന്താ, വീടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഉള്ളിലോട്ട് ചെന്ന് കയറി കൊടുക്കരുത്. അടുത്ത മൂന്നാമത്തെ, ട്രീസോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ട്രക്ചറിന്റെ ഒന്നും അടുത്ത് ചെന്ന് നിൽക്കരുത്. നാലാമത്തെയോ? പവർ ലൈൻസിന്റെ അടുത്ത് നിൽക്കരുത്. ഓക്കെ, ഒരു ആക്ടിവിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് ഒക്കെ കിട്ടിയില്ലേ? എന്തൊക്കെ ചെയ്തുകൂടാ, വളരെ യൂസ്ഫുൾ ആയിരുന്നില്ലേ? ഇനി നമ്മുടെ ഇത് ഈ പിക്ചർ ഉണ്ടോ? ഇതെന്താണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ്. ഫോൾഡ്, ഫോക്കസ്, എപ്പിസെന്റർ. ഫോക്കസ് എന്താണെന്നാണ് പറഞ്ഞത്? സീസ്മിക് വേവ്സ് ജനറേറ്റ് ചെയ്യുന്ന പോയിന്റ്. ഇത് നേരെ കണ്ടോ, നേരെ മുകളിലുള്ള സർഫസിലുള്ള പോലെയാണ് എപ്പിസെന്റർ. ഇവിടെ കണ്ടോ, ഫോൾഡ് ആണ്. ഫോൾഡ് ഉണ്ടായത് കണ്ടോ, കാരണം ബോഡി വെച്ച് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഈ ലൈൻ കണ്ടില്ലേ? ഇതാണ് ഫോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പിക്ചറാണ് നമ്മൾ വരച്ചത്. ഈ പിക്ചറാണ് നമ്മൾ വരച്ചത്. നമുക്ക് നിങ്ങളെല്ലാം നോട്ട് ചെയ്തെടുത്താണെന്നല്ലോ. നമുക്ക് ഷെയർ ചെയ്യാം. ഇനി നമ്മളൊരു വീഡിയോ കാണാൻ പോകുന്നത്, ഒരു ആനിമേറ്റഡ് വീഡിയോ. ഇന്ന് നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ കാണാമോ? വിസിബിൾ ആണോ? വിസിബിൾ ആണോ? ഓക്കെ അല്ലേ? An unexpected movement of the Earth's surface is called an earthquake. When two parts of the Earth's surface move suddenly in relation to each other along the fault line due to tectonic forces, an earthquake occurs. A tremendous amount of energy is released in the form of tremors and vibrations. Such earthquakes are called tectonic earthquakes. The point of origin of an earthquake is called the focus, while the point directly above it on the surface of the earth is called the epicenter.
owing to strong vibrations around the point of origin. എന്താണ് ഈ വേവുകളൊക്കെ പോകുന്നത്? സീസ്മിക് വേവ്സ് ആണ്. The branch of knowledge that deals with the study of earth waves is called seismology, and the experts who study seismic waves are called seismologists. There are 3 types of seismic waves. ഓക്കേ, അപ്പോൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? ഈ സീസ്മിക് വേവ്സ്, ആ സീസ്മിക് വേവ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ച് എന്താണ്? സീസ്മോളജി. ആ സ്റ്റഡി ചെയ്യുന്ന സയൻസിന്റെ പേരോ സീസ്മോളജിസ്റ്റ്. ഇതൊക്കെ എക്സ്ട്രാ ഫാക്ട്സുകളാണ്. And spread in all directions from the focus. They are the P, S, and L waves. The compression waves are the first to reach the Earth wave recording station as they travel 1.7 times faster than the shear waves and are therefore called primary or P waves, while the shear waves are called secondary or S waves. വേവ് മൂവ് ചെയ്യുകയാണ്. The primary waves cause the particles of rock to vibrate forwards and backwards in the direction of the waves. Secondary waves, on the other hand, cause the particles to oscillate at right angles to the direction of the waves. When P and S reach the surface of the Earth, they get converted into L, long waves that travel along the surface, vibrating horizontally at right angles to the direction of the waves, called love waves or Rayleigh waves, as they also travel like sea waves. The most violent shocks and subsequent destruction is caused by the L waves. The instrument used to detect and record seismic waves is called a seismograph. The recorded material appears. കണ്ടോ, ഇതൊരു ഗ്രാഫ് ആണ്. കണ്ടോ, നമുക്ക് ഈസിയായി കിട്ടും. ഇതാണ് സീസ്മോഗ്രാഫ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതിനകത്ത് ഈ ബ്ലാക്ക് ഡോട്ട്സ് ആണ്. ഇത് ആ ഗ്രാഫാണ്. ഇതിലെ ഷേക്കിംഗ്. The graph is called a seismograph. Based on the depth of the foci, earthquakes are classified into 3 types. They are deep focused earthquakes that are measure the magnitude of the earthquakes. Attitude of 2 is seldom felt. ഇതാണ് സീസ്മോഗ്രാഫിന്റെ റിസൾട്ട്. നമ്മൾ ഇങ്ങനെ ഓക്കെ. എന്നാൽ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒരു എൻഡോജനിക് മൂവ്മെന്റ് ആണ് പഠിച്ചു. ആദ്യം നമ്മൾ എർത്ത് മൂവ്മെന്റിനെ കുറിച്ച് പഠിച്ചത്. എർത്തിന്റെ ഉള്ളിലും പുറത്തും നടക്കുന്ന എർത്ത് മൂവ്മെന്റ്. അത് 2 തരമുണ്ട്. എൻഡോജനിക് ഉണ്ട്, എക്സോജനിക് ഉണ്ട്. അതിൽ എൻഡോജനിക് പെട്ട ഒരു മൂവ്മെന്റ് ആണ് എർത്ത് കേക്ക് ഉണ്ടാകുന്നതിനാണ് ഉള്ളിലുള്ള ഡീപ്പർ പാർട്ടുമായിട്ടുള്ള റോക്സ് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത്. അവിടെയാണ് സീസ്മിക് വേവ്സ് ഉണ്ടാകുന്നത്. പിന്നെ അതിന്റെ പ്രോസസ് ആയിരുന്നു എങ്ങനെ ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു. അടുത്ത പ്രോസസ് എങ്ങനെ, അതിന്റെ എന്തൊക്കെയാന്ന് പറഞ്ഞു? സ്ട്രക്ചറൽ റിക്കവറീസ്, വോൾക്കാനിക് ഇറപ്ഷൻ, ഫോൾട്ടിംഗ്, പ്ലേറ്റ് മൂവ്മെന്റ്സ്, പിന്നെ കൊളാപ്സ് ഓഫ് റൂഫ് ഓഫ് മൈൻസ്. അത് കഴിഞ്ഞിട്ട് ഫോക്കസ് ആൻഡ് എപ്പിസെന്റർ 2 പോയിന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഫോക്കസ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള പോയിന്റ്, അതിന്റെ നേരെ വെർട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ് ആണ്. എപ്പിസെന്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സീസ്മിക് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് സീസ്മിക് ആക്ടിവിറ്റി 3 നമ്മൾ പഠിച്ചു. പ്രൈമറി, സെക്കൻഡറി, സർഫേസ് വേവ്. സർഫേസ് വേവ്സിനെ എരി വേവ്, റേഡിയേഷൻ എന്നൊക്കെ പറയും. അത് വീഡിയോയിലുണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല. ഇത് 3 പഠിച്ചാൽ മതി. പ്രൈമറി, സെക്കൻഡറി, സർഫേസ് വേവ്സ്. അത് കഴിഞ്ഞിട്ട് സീസ്മോഗ്രാഫ്, അടുത്തേക്ക് റെക്കോർഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്. പിന്നെന്താണ് ഏത് സ്കെയിലാണ് ഒരു പാരാമീറ്റർ ഉള്ള എല്ലാ ഫിനോമിനയും മെഷർ ചെയ്യും. അതാണ് റിക്ടർ സ്കെയിൽ എന്ന് പറഞ്ഞത്. അടുത്ത ഇപ്പം നമ്മൾ ഇത്രയും പഠിച്ചു കേക്കാണ്. എല്ലാവരും ക്ലിയർ അല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അന്നേരം ഏത് സ്കെയിലാണ് എർത്ത് മെഷർ ചെയ്യുന്നത്? റിക്ടർ സ്കെയിലാണ് എർത്ത് മെഷർ ചെയ്യുന്നത്. എർത്ത് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പേരറിയോ? യെസ്, വെരി ഗുഡ്. ഇത് സീസ്മോഗ്രാഫ് ആണ്. എൻഡോജനിക് മൂവ്മെന്റ് ആണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതിന് ഇനി ഒരു ഫോളോ അപ്പ് ആക്ടിവിറ്റി ആണ് നിങ്ങൾ വീട്ടിൽ പോയി ചെയ്യാൻ. അത് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ന്യൂസ് പേപ്പർ ആൽബം ഉണ്ടാക്കണം. അതായത് ഇതിന് മുമ്പ് ലോകത്തുണ്ടായ എർത്ത് കേക്കുകളുടെ എല്ലാം ഇമേജസ് ഒക്കെ കട്ട് ചെയ്തെടുത്ത് ആ ന്യൂസ് ഒക്കെ വെച്ച് ഒരു ന്യൂസ് പേപ്പർ ആൽബം ഉണ്ടാക്കി സൂക്ഷിക്കാം. എല്ലാവരും ക്ലിയർ അല്ലേ? താങ്ക് യു.